കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ മത്സരചിത്രം പരിശോധിക്കുന്ന 20ലെത്ര അതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം പരിശോധിച്ചാൽ ത്രികോണ മത്സരം നടക്കുന്ന അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. എന്തുകൊണ്ട് ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് ചോദിച്ചാൽ 2014-ലും 2019-ലും ബി ജെ പി ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA രണ്ടാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ ഏക മണ്ഡലമാണ് തിരുവനന്തപുരം. അത് പറയുമ്പോൾ BJP രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും സമീപകാല ചരിത്രത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം കോൺഗ്രസിന് അനുകൂലമാണ്. 2009 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ശശി തരൂർ വിജയിക്കുന്ന മണ്ഡലമാണിത്. 2024-ൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം നിലനിർത്താനാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. NDAയിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖറും ഇടതുമുന്നണിയിൽ CPIയിലെ പന്ന്യൻ രവീന്ദ്രനുമാണ് എതിരാളികൾ. രാജീവ് ചന്ദ്രശേഖർ നിലവിൽ കേന്ദ്രമന്ത്രിയാണ്. NDA അധികാരത്തിലെത്തിയാൽ വീണ്ടും കേന്ദ്രമന്ത്രിയാകും എന്ന് പ്രചരിപ്പിക്കാൻ പ്രയാസമില്ല BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച്. ഈ പ്രചാരണവും ശശി തരൂർ എന്ന അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ വിശ്വപൗരൻ എന്ന പ്രതിച്ഛായയും തമ്മിലാണ് തിരുവനന്തപുരത്തെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ. ഇതിലേതാണ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രതിച്ഛായകളിൽ കേന്ദ്രമന്ത്രിയായിട്ട് മത്സരിക്കുന്നു, വീണ്ടും NDA അധികാരത്തിലെത്തുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചാരണം ഒരു ഭാഗത്ത്, ശശി തരൂരിനെ കുറിച്ച് ശശി തരൂർ വിശ്വപൗരനാണ്, അദ്ദേഹം 3 വട്ടം തിരുവനന്തപുരം ജയിച്ചതാണ്. അപ്പോൾ ആ ഈ രണ്ട് പ്രതിച്ഛായകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏതിനാണ് പ്രാമുഖ്യം എന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. നമുക്കൊപ്പം ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. നമ്മൾ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പാകുമ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ളതൊരു ആഡഡ് അഡ്വാൻറ്റേജാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ. അതേസമയം ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിനുള്ളൊരു വിശ്വപൗരൻ എന്നൊരു പ്രതിച്ഛായയുണ്ട്. ഈ രണ്ട് പ്രതിച്ഛായകൾ തമ്മിലുള്ളൊരു പോരാട്ടത്തിൽ ഏതിനായിരിക്കും പ്രാമുഖ്യം? രാജീവ്, ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അധികം വാശിയേറിയ ഒരു മത്സരമാകാൻ പോകുന്നത് തിരുവനന്തപുരത്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ ഈ മത്സരിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ദേശീയ തലത്തിലും ഒരു പരിധിവരെ അന്തർദേശീയ തലത്തിലും ശ്രദ്ധ നേടിയിട്ടുള്ളവരാണ്. ഒന്ന് ഡോക്ടർ ശശി തരൂർ ആണെങ്കിൽ, രണ്ടാമത്തെ ആൾ രാജീവ് ചന്ദ്രശേഖർ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തിരുവനന്തപുരത്തിന് ഒരു ശ്രദ്ധ കിട്ടാൻ ഈ പറഞ്ഞ പോലെ, ഒന്ന്, ഇവന് ഈ പറഞ്ഞ പോലെ ദേശീയ പ്രാധാന്യമുള്ള ഒരാൾ 2 പേർ മത്സരിക്കുന്നു. 2, BJP കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ഒരേ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തവണ മാത്രമല്ല, അതിനു മുമ്പ്. അപ്പോൾ BJPക്ക് വിജയത്തിൻ്റെ അടുത്തെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്ന് അവർ കണക്ക് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. 2019 അപേക്ഷിച്ച് 2014 തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്നതുപോലെ രാജഗോപാൽ എന്ന BJP സ്ഥാനാർത്ഥി വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടാണ് പരാജയപ്പെട്ടു പോയത്. അവസാന നിമിഷം വെറും 15,000 വോട്ടോളമാണ് ശശി തരൂരിനെന്ന് ലഭിച്ച ഭൂരിപക്ഷം. 2019 വീണ്ടും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ 2009 പോലെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 100,000 ഉയർത്തുകയും, അപ്പോൾ ഒരു V ഷേപ്പിലാണ് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വളർച്ച. ആദ്യം വളരെ 100,000 പിന്നെ 15,000, വീണ്ടും 100,000. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടും ഏറ്റവും രൂക്ഷമാകുന്ന മത്സരം, ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം, ഇത് രണ്ടുമാണ് ഇവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമുണ്ട്. ശശി തരൂർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അറ്റ് തികച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു തീരെ അപരിചിതനായി വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു ശക്തിയോടെ മറ്റൊരു എതിരാളി പോലും എന്താ പറയുക, അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ശക്തി ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഇടതുപക്ഷം പോലും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല എന്ന് സംശയിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്
വളരെ വളരെ എന്താ പറയുക വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ അത്രയ്ക്ക് തിരുവനന്തപുരം ആണെങ്കിൽ വാസ്തവത്തിൽ പല കാലങ്ങളിലും വളരെ പ്രവചനാതീതമാക്കിയ ഫലം നൽകിയ ഒരു മണ്ഡലമാണ്. പലരും ധരിച്ചിരുന്ന പോലെ ചിലപ്പോൾ വളരെ പ്രശസ്തരായവർ പരാജയപ്പെട്ടു, വളരെ പ്രശസ്തരായവർ വിജയിച്ചു. വി കെ കൃഷ്ണമേനോൻ ജയിച്ചു, എം.എൻ. ഗോവിന്ദനായർ ജയിച്ചു, പിന്നെ ഒന്ന് തോറ്റു. എം.എൻ. ഗോവിന്ദനായർ നീലലോഹിതദാസിനെ പോലെയുള്ള ഒരു അന്നത്തെ ഒരു ജൂനിയർ നേതാവാണ് പരാജയപ്പെടുത്തിയത്. ഒ.എൻ.വി. കുറുപ്പിനെ പോലെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി പരാജയപ്പെട്ടത് തിരുവനന്തപുരത്തിന് പുറത്ത് അറിയപ്പെടാത്ത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. അപ്പം ഇങ്ങനെ തിരുവനന്തപുരം എന്ന് പറയുന്നത് പൊതുവേ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, പിന്നെ സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞും കുഴഞ്ഞു മറിഞ്ഞും ഒക്കെ വരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസിൽ പ്രത്യേകിച്ച് ശശി തരൂർ ഇവിടെ നില ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അവിടെ ഇത്തവണ എന്താണ് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് വാസ്തവത്തിൽ നമുക്ക് ചില സ്പെക്കുലേഷൻ നടത്താവുന്നത്. അതിലേക്ക് പോകാറായെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. റൈറ്റ്. നമ്മൾ ഈ 2 സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ തരൂരും രാജീവ് ചന്ദ്രശേഖറുമാണ് ഈ തലപ്പൊക്കം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷെ അത് പറയുമ്പോഴും ഈ തരൂരിൻ്റെയോ രാജീവ് ചന്ദ്രശേഖറിൻ്റെയോ പ്രചരിപ്പിക്കപ്പെടുന്നൊരു വലിപ്പം അവകാശപ്പെടാനില്ല CPIയുടെ സ്ഥാനാർത്ഥി, ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. പക്ഷേ 2005 ഉപതെരഞ്ഞെടുപ്പിൽ 74,200 വോട്ടിന് തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച ചരിത്രമുണ്ട് പന്ന്യൻ രവീന്ദ്രന്. ഈ തരൂരിനും രാജീവ് ചന്ദ്രശേഖരനുമെതിരെ പന്ന്യൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടത് ജനാധിപത്യ മുന്നണിയും CPIയും തീർത്തും ഭിന്നമായൊരു തന്ത്രം ഇവിടെ തിരുവനന്തപുരത്ത് പയറ്റുന്നുണ്ടോ? കാരണം വെച്ചാൽ വലിയ തലപ്പൊക്കമുള്ള 2 സ്ഥാനാർത്ഥികൾക്കിടയിൽ സാധാരണക്കാരുടെയും ഇടതുപക്ഷം സവിശേഷമായ അഭിസംബോധന ചെയ്യുന്ന വിഭാഗങ്ങളുടെയും പ്രതിനിധിയായിട്ടുള്ള ഒരാൾ, ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള വളരെ ജനകീയമായ പ്രതിച്ഛായയുള്ള ഒരാൾ, അത് എന്ത് മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും പന്ന്യൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല. ശശി തരൂർ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാണെന്ന്. അപ്പോൾ പന്ന്യൻ രവീന്ദ്രനെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ വാസ്തവത്തിൽ ശശി തരൂറിന് അത് വേണ്ടത്ര ഒരു വെല്ലുവിളി ആകുമോ എന്നുള്ള സംശയം വ്യക്തിപരമായി എനിക്കുണ്ട്. അത് പന്ന്യൻ രവീന്ദ്രൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്താണ്, നേതാവാണ്, ഇതൊക്കെയാണ്. പക്ഷേ ശശി തരൂറിനെ പോലെ വളരെയധികം ശക്തി സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള, നേരത്തെ നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ ഒരു സാധ്യതകൾ തുറക്കാൻ ഇടയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൂടാ? പണ്ട് ഈശ്വരയ്യരെ മറ്റും മത്സരിപ്പിച്ചതാണ്, പിന്നെ ഇടതുപക്ഷം കൃഷ്ണമേനോൻ മത്സരിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട്? പക്ഷേ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇപ്പോഴത്തെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും അണിനിരന്ന് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ശക്തിയും സാധ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അദ്ദേഹം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്ന സമയത്ത് വ്യത്യസ്തമായി ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ ഇവർക്ക് ഏതാണ്ട് സമശീർഷനായി രംഗത്തുണ്ട്. നേരത്തെ അതിന് കാരണം പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ അതായത് വോട്ടർമാരുടെ മനസ്സുകളിൽ പ്രവർത്തിക്കുന്ന പല ഘടകങ്ങളിലും ഒന്നായി ലോകമാകെ വിലയിരുത്തിയിട്ടുള്ള ഒരു ഘടകമാണ് ഈ അണ്ടർ ഡോഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക സ്റ്റാറ്റസ്. ഒരു സ്ഥാനാർത്ഥി ഒരു അണ്ടർ ഡോഗ് ആയിട്ട് കാണുകയാണ്. അദ്ദേഹം താരതമ്യേന മറ്റുള്ള മഹാരഥന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് അവരുടെ തരത്തിലുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു പ്രതിച്ഛായയും മറ്റും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു അണ്ടർഡോഗിന്റെ പ്രതിച്ഛായ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വലിയ പ്രമാണിമാരായിട്ടുള്ള വളരെ വരേണ്യരായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും സ്വത്തിലും പ്രശസ്തിയിലും ഒക്കെ വൻ തോക്കുകളായി നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള വളരെ ലളിത ജീവിതം നയിക്കുന്ന യാതൊരു ആരോപണത്തിന്റെയും കറപുരളാത്ത തിരുവനന്തപുരമായി കണ്ണൂർക്കാരനാണെങ്കിൽ തിരുവനന്തപുരം ജനതയുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ഇമേജ് വാസ്തവത്തിൽ പന്ന്യൻ രവീന്ദ്രനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ത്രികോണ മത്സരം രൂക്ഷമാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്ക് പറയാൻ കഴിയില്ല. അതിരൂക്ഷമായ ഒരു മത്സരം ഇവര് BJPയും UDFും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന നിലയിൽ, നേരത്തെ അണ്ടർഡോഗ് എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഹോഴ്സ് എന്ന നിലയിൽ ഒരു മൂന്നാമത്തെ വ്യക്തിക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പന്ന്യൻ രവീന്ദ്രൻ ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ പോലും മുമ്പ് തുടങ്ങിയ കാലത്ത് നിന്ന്
വ്യത്യസ്തമായി ഇന്ന് അതാരും തള്ളിക്കളയുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ആ ത്രികോണ മത്സരം വരുന്നത്. ഇവര് ശശി തരൂരിന് പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ശശി തരൂരിന് അനുകൂലമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തിരുവനന്തപുരത്ത്, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കടന്നു കയറാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ BJP യെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും ഒരു സമർത്ഥമായ നീക്കമാണ് ശശി തരൂരിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ, ശശി തരൂരിനെ പ്രതിരോധിക്കാൻ. ഒരുപക്ഷെ BJPക്ക് ഇതിന് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. അദ്ദേഹത്തെ പോലെ തന്നെ ഈ എന്താ പറയാ, പുതിയ തലമുറയിൽ നിന്ന്, അരാഷ്ട്രീയ വിഭാഗങ്ങളിൽ നിന്ന്, പുതിയ തലമുറയിൽ നിന്ന് ഒക്കെ നഗരവാസികളായ അരാഷ്ട്രീയക്കാരായ, ഒരുപക്ഷെ ഫെൻസ് സിറ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന, അവിടേക്കും ഇവിടേക്കും ഇല്ലാതെ നിൽക്കുന്ന വിഭാഗം, ആ വിഭാഗങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷത്തെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുള്ളതിന് മുമ്പ്. അങ്ങനെയുള്ള ആ വർധനയിലാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ പങ്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ത്രികോണ മത്സരം ആത്യന്തികമായി ആർക്കാണ് സഹായകമാകുക, അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിൽ ഈ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രീതികൾ വെച്ച് നോക്കുമ്പോൾ അത് ആർക്കാണ് ഫലിക്കാൻ പോകുന്നത്, അവിടെ പന്ന്യൻ രവീന്ദ്രന്റെ സാധ്യത പോലും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ മത്സരത്തിനെ സവിശേഷമാക്കുന്നതും സവിശേഷമായി അത് ശ്രദ്ധ ആകർഷിക്കുന്നതും ആണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഈ പന്ന്യൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഇടതുമുന്നണി ആലോചിച്ചൊരു തന്ത്രം, അത് ഓഫ് ലൈറ്റ്, അതായത് പ്രചരണം അങ്ങ് കൂടുതൽ ശക്തമാകുമ്പോൾ അത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കിലാക്കാം. പക്ഷേ ഈ തന്ത്രം തിരുവനന്തപുരത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രവുമായി യോജിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ തലപ്പൊക്കമുള്ള നേതാക്കളെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ശശി തരൂരാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും, അങ്ങനെ കേന്ദ്രമന്ത്രി, വിശ്വപൗരൻ എന്നൊക്കെ ഇമേജുള്ള തലപ്പൊക്കമുള്ള നേതാക്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം. അത്തരം നേതാക്കളെ തോൽപ്പിച്ചിട്ടുമുണ്ട്. 1952 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം മുതൽ തുടങ്ങുന്നുണ്ട് ഈ ചരിത്രം. അന്ന് ആനി മസ്ക്രീനാണ് അവിടെ വിജയിക്കുന്നത്. ആനി മസ്ക്രീനിൽ തുടങ്ങുന്നു സത്യം പറഞ്ഞാൽ ഈ തലപ്പൊക്കമുള്ള നേതാക്കളുടെ വിജയങ്ങളുടെ ചരിത്രം. 1957 ആനി മസ്ക്രീനിൽ തന്നെ തുടങ്ങുന്നു ഈ തലപ്പൊക്കമുള്ള നേതാക്കളുടെ പരാജയങ്ങളുടെ ചരിത്രവും. VK കൃഷ്ണമേനോൻ, MN ഗോവിന്ദൻ നായർ, KV സുരേന്ദ്രനാഥ്, K കരുണാകരൻ, PK വാസുദേവൻ നായർ എന്നിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച തലപ്പൊക്കമുള്ള നേതാക്കൾ നിരവധിയാണ്. അതിൽ MN ഗോവിന്ദൻ നായരും KV സുരേന്ദ്രനാഥും അവിടെ പിന്നീട് പരാജയപ്പെട്ടിട്ടുണ്ട്. നേരത്തെ MG രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ MN ഗോവിന്ദൻ നായർ തോൽക്കുന്നത് താരതമ്യേന അന്ന് ജൂനിയറായിരുന്ന നീലലോഹിതദാസൻ നാടാർ എന്ന കോൺഗ്രസ് നേതാവിന് മുന്നിലാണ്. KV സുരേന്ദ്രനാഥ് തോൽക്കുന്നത് K കരുണാകരന് മുമ്പിലാണ്. ONV കുറുപ്പ് ചാൾസിന് മുന്നിലാണ് തോൽക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ടവരിലും തലപ്പൊക്കമുള്ള നേതാക്കളുണ്ട്. ഈ നേതാക്കളുടെ തലപ്പൊക്കം തിരുവനന്തപുരത്ത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. വിജയങ്ങളുടെ ചരിത്രം അത് തെളിയിക്കുന്നുണ്ട്. ഇത് 2024 എത്രത്തോളം പ്രധാനമാകും? അതിന് നമ്മൾ കണക്കാക്കുമ്പോൾ 70% അല്ലെങ്കിൽ 70%-ലധികം നഗര വോട്ടർമാരുള്ള ഇടത്തരക്കാർക്കോ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഇടത്തരക്കാർക്കോ മുൻതൂക്കം ഉള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. ഈ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷമായ സ്വഭാവം, അതായത് കൂടുതൽ ഇടത്തരക്കാരിൽ തന്നെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരുള്ളത്, ഈ ഘടകം ഈ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിന്റെ ഒരു സവിശേഷത ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ഒരേ സമയത്ത് അതൊരു നഗരമണ്ഡലമാണ്. അത് സാംസ്കാരികമായ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണെന്നുള്ള ഒരു പ്രതിച്ഛായയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വളരെ സാധാരണക്കാരായ എന്ന് മാത്രമല്ല, അത് ഇപ്പം ചാൾസും മറ്റും നിരന്തരം ജയിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സാമുദായികമായിട്ടുള്ള ഒരു വലിയ വോട്ടും തിരുവനന്തപുരത്തുണ്ട്. വളരെയേറെക്കാലം ഇതൊരു നാടാർ മണ്ഡലം ആയി പോലും കരുതപ്പെട്ടിരുന്നു. ഇപ്പൊ ചാൾസ് ജയിച്ചപ്പോൾ ചാൾസിനെതിരെ മത്സരിക്കാൻ ഇടതുപക്ഷം വിജയമ്മ എന്ന് പറഞ്ഞ പൊതുവെ രാഷ്ട്രീയത്തിലൊന്നും വലിയ പാരമ്പര്യമോ പരിചയമോ ഒന്നും ഇല്ലാത്ത അവരുടെ സാമുദായികമായിട്ടുള്ള അവരുടെ ഒരു പശ്ചാത്തലം മാത്രം കണക്കിലാക്കി മത്സരിക്കാൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്നത് CPI, അതും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സാമുദായികമായിട്ടുള്ള ഈ നാടാർ, ക്രിസ്ത്യൻ നാടാർ, ഹിന്ദു നാടാർ, ഈ വിഭാഗങ്ങളിലൊക്കെ കടന്നു കയറാൻ സാധ്യതയുള്ള എന്നുള്ള രീതിയിലൊക്കെയാണ് അവരെയൊക്കെ നിർത്തിയത്. പക്ഷെ അത് മാത്രം എന്നുള്ള രീതിയിൽ നിർത്തിയപ്പോൾ വിജയമ്മയും ബെനറ്റും പരാജയപ്പെട്ടു. പക്ഷെ ബെനറ്റ് പരാജയപ്പെടുമ്പോൾ പോലും 28% വോട്ട്
നേടിയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെയാണ് 2009 നീൽ ലോഹിദാസ് നാടാർ, അന്ന് DSPO അങ്ങനത്തെ ഇതൊരു ഇതായിട്ട് ഇടതുപക്ഷത്തിനും എതിരായി മൂന്നാമതൊരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 10% വോട്ട് അദ്ദേഹത്തിന് അന്ന് നേടാൻ കഴിഞ്ഞു. അപ്പൊ അന്ന് അതൊരു സാമുദായികമായിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു ചേരിതിരിവ് ഇവിടെ എപ്പോഴും കാണാവുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടുത്തെ മതേതര കക്ഷികൾ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഈ 2009 മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ശശി തരൂർ വന്നപ്പോഴേക്കും അതുപോലെയാണ് നായർ ഘടകം. ഈ നായർ വേഴ്സസ് നാടാറാണ് തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വ്യത്യാസം. പക്ഷെ വാസ്തവത്തിൽ ഇതെല്ലാം ഒരു കൃത്യമായ ഒരു കണക്കൊന്ന് അനുസരിച്ച് മാത്രം നീങ്ങുന്ന ഒരു സാമുദായിക വോട്ടുകളല്ല. ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവർക്കൊരു വളരെ സ്വാധീനം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് 2009 കഴിഞ്ഞ് 2009 നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം മത്സരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ ശശി തരൂറിനോ രാജഗോപാലിനോ അല്ലെങ്കിൽ കുമ്മനം ഇവർക്ക് അനുകൂലമായിട്ട് ഈ എന്താ പറയാ ഉപജാതി വിഭാഗങ്ങളുടെ വോട്ടുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഇപ്പോ ആ നാടാർക്കും അവർക്കും ഒക്കെ കിട്ടിയിരുന്ന വോട്ടാണോ വാസ്തവത്തിൽ രാജഗോപാൽ കഴിഞ്ഞവണ നേടിയ വൻപിച്ച 2014 നേടിയ വോട്ടിന്റെ അടിസ്ഥാനം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2019 കുമ്മനം രാജശേഖരനും ഏതാണ്ട് വലിയ മൂന്നാം സ്ഥാനത്ത്, പിന്നെ രാജഗോപാലിന്റെ അത്രയും വോട്ട് നേടിയില്ലെങ്കിലും അദ്ദേഹത്തിന് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വോട്ട് ലഭിച്ചു. അപ്പോഴും ഈ വിഭാഗങ്ങൾ, അപ്പൊ തിരുവനന്തപുരത്ത് സമീപകാലത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നാടാർ വോട്ടുകൾ, പ്രത്യേകിച്ച് ചില പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ BJPയുടെ ഒപ്പമാണ്. അതുകൊണ്ട് ആ വോട്ടുകളെല്ലാം അവർ ഹിന്ദു നാടാർ വോട്ടെങ്കിലും കൺസോളിഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇവിടെ തീരദേശ വോട്ടുകൾ. അപ്പോൾ രാജഗോപാലിനെതിരെ ശശി തരൂർ അവസാന റൗണ്ടിൽ അദ്ദേഹം പിന്നിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പമായിരുന്ന അവസാന റൗണ്ടിൽ അദ്ദേഹത്തിന്റെ കുതിച്ചുചാട്ടം ഉണ്ടാകാൻ അദ്ദേഹത്തെ സഹായിച്ചത് അന്ന് ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ എന്ന് വിളിക്കാവുന്ന ഈ തീരദേശ വോട്ടുകളുടെ ഒരു സമാഹരണത്തിലൂടെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാമുദായിക ഘടകങ്ങൾ വളരെ 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 കൃത്യമായി പ്രവർത്തിക്കുന്നു. പക്ഷേ സമീപകാലത്ത് നമ്മൾ കാണുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത് ഒരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതേറെയും അതിന് ഫലമുണ്ടായത് ജയിച്ചു വന്നത് ശശി തരൂർ ആണെങ്കിലും BJP ഈ ഒരു വിഭാഗത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഹിന്ദു നാടാർ ആയിരിക്കണം, ആ വോട്ടുകളെല്ലാം അവർ ആകർഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഉപസാമുദായിക വോട്ടുകൾക്കപ്പുറത്ത് ഒരു കൺസോളിഡേഷൻ, ഒരു BJP വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള രീതിയിൽ അതിനകത്തൊരു ഇടതുപക്ഷത്തിന് സ്വാഭാവികമായിട്ട് അതിന്റെ മൂന്നാം സ്ഥാനത്തായി പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണൽ കൺസോളിഡേഷൻ ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് കാണാം എന്നുള്ളത് വളരെ, തിരുവനന്തപുരത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുന്നവർക്ക് ഇങ്ങനെ രസകരമായ ഒരു രാസമാറ്റം ഇങ്ങനെ പ്രകടമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. റൈറ്റ്. അത് പറയുമ്പോൾ നമ്മൾ BJPയുടെ സ്വാധീനം, അതായത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ പ്രകടമായിരുന്നു. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു. അത് പരിഗണിക്കുമ്പോൾ BJPയുടെ വോട്ട് എന്നു മുതൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമാകുന്നു, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ശക്തികളുടെ വോട്ട് എന്നു മുതൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമാകുന്നു എന്ന് ഒരു ചോദ്യത്തിൽ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച, അന്ന് BJP അല്ല, ഹിന്ദു മുന്നണി ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അത് അന്ന് കേരളവർമ്മ രാജയാണ് മത്സരിക്കുന്നത്. 1,10,000 വോട്ട് അന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം നേടി. അതോടുകൂടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തിരുവനന്തപുരത്ത് വേരോട്ടമുണ്ടാകുന്നു എന്ന് പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചില തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് അത്രയും വോട്ട് കിട്ടിയിട്ടില്ല. ഏറ്റവും ഗ്ലെയറിംഗ് ആയി നിൽക്കുന്നത് 2005 ഉപതെരഞ്ഞെടുപ്പാണ്. 2005 ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പന്ന്യൻ രവീന്ദ്രനാണ് വിജയിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമ്പോൾ BJPയുടെ വോട്ട് 36,690 താഴ്ന്നു. അന്ന് മത്സരിച്ചത് CK പത്മനാഭനാണ്. BJPയുടെ അക്കാലത്തെ മുതിർന്ന നേതാക്കളിൽ വളരെ പ്രതിച്ഛായുള്ള നേതാക്കളിൽ ഒരാളായ CK പത്മനാഭനാണെന്ന് മത്സരിച്ചത്. പക്ഷേ 36,690 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് 2009 2014 2015 ക്രമാനുഗതമായിട്ട് BJPയുടെ വോട്ട് കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2014 ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം 15,470 വോട്ടിലേക്ക് താഴ്ത്തുകയാണ് രാജഗോപാൽ ചെയ്തത്. ആ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ ഒരു തവണ, അതായത് വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും രാജഗോപാൽ ജയിച്ചു എന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കുകയും അദ്ദേഹം അതിനനുസരിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുക വരെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നേരത്തെ MG രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ
ശശി തരൂർ ലീഡിലേക്ക് എത്തുകയും വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബി ജെ പിയുടെ വോട്ട് ക്രമമായി വർദ്ധിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ഈ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം രാജഗോപാലിനെ പോലെയോ കുമ്മനം രാജശേഖരനെ പോലെയോ കേരളത്തിലെ ബി ജെ പിയുമായും കേരളത്തിലെ ഹിന്ദുത്വ സംഘടനകളുമായും അത്രത്തോളം ബന്ധമുള്ള ഒരാളാണോ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ ഒരു ഡിസ്കണക്റ്റ്, തിരുവനന്തപുരവുമായി അദ്ദേഹത്തിനൊരു ഡിസ്കണക്റ്റ് ഉണ്ട്, ബി ജെ പി കേരള ഘടകവുമായിട്ടൊരു അദ്ദേഹത്തിനൊരു ഡിസ്കണക്റ്റ് ഉണ്ട്, രാജഗോപാലിനെയോ കുമ്മനം രാജശേഖരനെയോ പോലെ ഒരു നല്ല ബന്ധം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു വിനയാകാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല രാജീവ്. കാരണം ഏറ്റവും പ്രധാനം ഈ രാജീവ് ചന്ദ്രശേഖർ വാസ്തവത്തിൽ ബി ജെ പിയുടെ, എൻ്റെ അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ കേരളത്തിലെ ഇത്തവണത്തെയുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ രാജഗോപാലിനെ പോലെയോ കുമ്മനം രാജശേഖരനെ പോലെയോ ഉള്ള ഒരു താഴെ തട്ടിലുള്ള ബന്ധങ്ങളില്ല എന്നുള്ളത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. കാരണം അത് ഇപ്പോൾ ഈ വ്യക്തികളുടെ, അത് രാജഗോപാലിന് തീർച്ചയായിട്ടും ഒരു പരിധി വരെ അങ്ങനെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഒരു പരിധി വരെ, അല്ലാതെ ഒന്നുമല്ല. പക്ഷേ കുമ്മനം രാജശേഖരൻ വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തിന് രാജഗോപാലിന് അത്രയും ലഭിച്ചില്ലെങ്കിൽ അതിനടുത്ത് വരെ വോട്ട് കിട്ടി. അപ്പോൾ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാർഡ് കോർ പാർട്ടി വോട്ടാണെന്ന്. അപ്പോൾ അതായത് മോദിയുടെ സ്ഥാനാർത്ഥി, അത് പ്രത്യേകിച്ച് ഇദ്ദേഹം മോദിയെ പറ്റി പറഞ്ഞാൽ മോദിയുടെ ആളാണ്, ഞാൻ മോദിയുടെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇന്ത്യയിൽ വാസ്തവത്തിൽ മോദിയാണ് ബി ജെ പിക്ക് അപ്പുറത്ത് വളർന്നിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വോട്ട് ക്യാച്ചർ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പലരും വോട്ട് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലും ബി ജെ പി രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വാസ്തവത്തിൽ മോദിക്ക് ചുറ്റുമായിട്ടാണ് ചുറ്റിക്കറങ്ങുന്നത്. അപ്പൊ അവിടെ ഏതൊരു സ്ഥാനാർത്ഥി വന്നാലും ലഭിക്കാവുന്ന ഏതാണ്ട് 30% വോട്ട് ഉറപ്പായിട്ടും ബി ജെ പിയുടെ പെട്ടിയിൽ ഇത്തവണയും വീഴുമെന്നുള്ളതിനെ പറ്റി സംശയമില്ല. കാരണം അവിടെ വ്യക്തിബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ഇന്നിപ്പോ ബി ജെ പി ഈ മോദിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തരംഗം. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് പുറകോട്ട് പോവില്ല, അതിപ്പോ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയാൻ കാരണമാണ് നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരിന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളുടെ ഒരു പങ്ക് വാസ്തവത്തിൽ അത് രാജഗോപാലിനോ കുമ്മനത്തിനോ നേടാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പങ്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് നേടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അതേ കോൺസ്റ്റിറ്റ്യുവൻസി, ശശി തരൂർ അഡ്രസ് ചെയ്യുന്ന അതേ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ രണ്ടിടത്തും ഇല്ലാതെ ഇപ്പൊ തിരുവനന്തപുരത്ത് നായർ വോട്ടുകൾ, കരയോഗം മെമ്പർമാരുടെ വിഭാഗം വോട്ടുകൾ, ഇതെല്ലാം ശശി തരൂർ ഒരു വലിയ പരിധിവരെ ആകർഷിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് പോലും. അദ്ദേഹം കാരണം മറ്റ് UDFന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഇന്ന് ആ വോട്ടുകളൊക്കെ ഇന്ന് മനസാക്ഷിക്കുത്തില്ലാതെ വിഷമമില്ലാതെ ബി ജെ പിയിലേക്കും. കാരണം ഇവിടുത്തെ ഈ അപ്പർ കാസ്റ്റ് വോട്ട് ഏറെക്കുറെ ബി ജെ പി ഹിന്ദുത്വ അനുഭാവികളായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് അതിലൊരു വിഭാഗം ശശി തരൂരിന്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഹിന്ദു മതത്തിന്റെ വലിയ ആരാധകനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ഒരു വിഭാഗത്തിന് സന്തോഷപൂർവ്വം വോട്ട് ചെയ്യാൻ ശശി തരൂരിനോട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ വിഭാഗത്തിന്റെയും കൂടെ വോട്ട് വാസ്തവത്തിൽ കൂടുതലും ലഭിക്കാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖരനാണ്. ആ വിഭാഗങ്ങളുടെ, അതായത് അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ, നോൺ പൊളിറ്റിക്കൽ വോട്ട്സ്, യങ് ജനറേഷൻ വോട്ട്, IT മുതലായ ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നതിന്റെ ഫലമായിട്ടുള്ള വോട്ട്, അദ്ദേഹത്തിന് സാങ്കേതികമായിട്ടും ബിസിനസ് പരമായിട്ടും അദ്ദേഹം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ട്, ഇങ്ങനെ ഒരു വലിയ വിഭാഗം, ഒരു അപ്പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയേതര വിഭാഗം വളർന്നു വരുന്ന ഒരു മണ്ഡലമാണ്, നഗരമണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം ഇന്നലെ വരെ ബി ജെ പി ശശി തരൂരിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കടന്നു കയറാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശശി തരൂർ ഒരു സ്മാർട്ട് മൂവാണ്. ശശി തരൂരിനെ രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചത് വാസ്തവത്തിൽ ഒരു സമർത്ഥമായ നീക്കമാണെന്ന് പറയാൻ കാരണം പരമ്പരാഗതമായ ബി ജെ പി വോട്ടുകൾക്ക് അപ്പുറത്താണ് വാസ്തവത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള ആ വിഭാഗം. ആ വിഭാഗത്തിൽ ഒരുപക്ഷെ ഇന്നലെ വരെ ശശി തരൂരിന് ലഭിച്ച വോട്ടിന്റെ ഒരു പങ്ക് രാജീവ് ചന്ദ്രശേഖറിന് പോകുമ്പോൾ ഈ 2-3% വ്യത്യാസം വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ബി ജെ പിക്ക് സാധ്യത കൂടുതലാണ് ഇത്തവണ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നേരത്തെ അവിടെയുള്ള പ്രശ്നം പ്രശ്നമുള്ളത് ഈ ത്രികോണ മത്സരം വാസ്തവത്തിൽ
ഒരു ഡാർക്ക് ഹോഴ്സിനെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു സ്ഥാനാർത്ഥിയെ സഹായിക്കുമോ എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് കാണാനുള്ളത്. റൈറ്റ്. നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത പറയുമ്പോൾ നമ്മൾ ശശി തരൂരിൻ്റെ ഒരു പ്രയാസങ്ങൾ, അല്ലെങ്കിൽ 2009 അദ്ദേഹം ഒരു പുതിയ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ അന്ന് കോൺഗ്രസിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ 2014-ലും 2019-ലും പാർട്ടിക്കുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ തരൂരിന് സാധിച്ചു. 2014 വലിയ വെല്ലുവിളി ഉണ്ടായെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്നായിരുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് വെല്ലുവിളി. 2019 അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ 2024 ശശി തരൂരിൻ്റെ സ്ഥാനം അങ്ങനെ തന്നെയാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, അതായത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വിവിധ ഗ്രൂപ്പുകളുടെ ഒരു കോർഡിനേഷനാണല്ലോ, അതിൽ കുറച്ചുകൂടെ സജീവമാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ തരൂരിന് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേരത്തെ പറഞ്ഞ സാധ്യതകളെ കുറെ കൂടെ ബ്രൈറ്റൺ ചെയ്യുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തരൂരിന് ഈ പറയുന്ന പോലെ വലിയൊരു എതിർപ്പും മറ്റും പണ്ട് കുറച്ച് 2009 അദ്ദേഹം തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ നോക്കുന്നത് 2009 അദ്ദേഹം നേരിട്ട അമ്പരപ്പിക്കുന്ന എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ. വളരെ പരസ്യമായ എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏറെക്കുറെ തിരുവനന്തപുരത്ത് അപരിചിതനുമായിരുന്നു. അദ്ദേഹം സാഹിത്യവും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ഡിപ്ലോമസിയും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അറിയാവുന്നുള്ളത് വെച്ചാൽ മഹാഭൂരിപക്ഷം തിരുവനന്തപുരത്തെ സാധാരണക്കാർക്കും ശശി തരൂർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അപരിചിതനായി. ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നാണ് അദ്ദേഹം 1 ലക്ഷത്തോളം വോട്ട് നേടിയത്. അത് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രതിഷേധമില്ല, അദ്ദേഹത്തിന് എതിർപ്പേ ഇല്ല എന്ന് തന്നെ പറയാം. ഏതാനും ഒന്നോ രണ്ടോ ചില വളരെ അപൂർവമായിട്ടുള്ളവരുടെ ആ എതിർപ്പ് പോലും ഇന്ന് ശശി തരൂറിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനുള്ളിലുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല ശശി തരൂറിന്റെ കോൺഗ്രസിന് അപ്പുറത്ത്, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി ദിവാകരനാണ് വോട്ട് കാര്യമായി കുറഞ്ഞുപോയത്. അപ്പോ കഴിഞ്ഞ തവണ അതേ സമയത്ത് ശശി തരൂറിന്റെ വോട്ട് വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിൽ പോലും ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോ അതുണ്ട്. അതിന് പുറമെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സാധാരണ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ പോകാത്ത ഒരു BJP അനുഭാവ ഒരു സവർണ ഹിന്ദു വോട്ടിന്റെ ഒരു വലിയ വിഭാഗത്തിനെ ആകർഷിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. അപ്പോൾ ഒരു തന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടിനപ്പുറത്ത് ഒരു വലിയ വിഭാഗത്തിനെ കൂടെ ആകർഷിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നിരന്തരമായിട്ടുള്ള വമ്പൻ വിജയങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു വിഭാഗം ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് രാജീവ് ചന്ദ്രശേഖരനായിരിക്കും വോട്ട് ചെയ്യുക. ഇത് നമ്മൾ പറയുമ്പോഴേ ഒറ്റ കാര്യം കൂടി, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ്സിലെ ജില്ലാതലത്തിലെ നേതാക്കൾ BJPയിലേക്ക് ചേരി മാറുന്ന കാഴ്ച നമ്മളിപ്പോൾ തമ്പാനൂർ സുരേഷ് ആണെങ്കിലും മഹേശ്വരൻ നായർ ആണെങ്കിലും ഒക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര അപ്രധാനമായ പേരുകളല്ല. അത് ഏതെങ്കിലും വിധത്തിൽ തരൂരിന് പ്രതികൂലമാകാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാകാനുള്ളൊരു സാധ്യത അതുണ്ടോ? അത് വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ ഇതിനകം അവർ പോയവരാണ് ഈ തെരഞ്ഞ പോലെ. കാരണം BJPയിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും അധികാരത്തിനെ ലക്ഷ്യമാക്കിയാണ് കോൺഗ്രസ്സുകാരിൽ ഈ ആൾക്കാരൊക്കെ പോകുന്നതെന്നുള്ള സംശയമില്ല. ഇതിനൊക്കെ പോയവർ, അല്ലാതെ ഒരു ഐഡിയോളജിക്കലായിട്ടും മറ്റും BJPയുടെ അനുഭാവമുള്ളവർ അവർക്ക് തന്നെ ആയിരിക്കും കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് വോട്ട് ചെയ്യുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഇതൊന്നും അല്ലാത്ത ഒരു വിഭാഗത്തിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന് നിർണായകമാകുക. പൊളിറ്റിക്കൽ വോട്ട്സ് അല്ല, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസി. പല മണ്ഡലങ്ങളിലും എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇത്തവണ വളരെ വളരെ നിർണായകമായ രീതിയിൽ ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇത്തവണ വളരെ വളരെ പ്രസക്തമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ ഒന്നുകൂടെ പരിശോധിച്ചാൽ 2019-ലും 2014-ലും 2019-ലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടതുപക്ഷം. പക്ഷെ നമ്മളത് അതവിടെ നിൽക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2016 ആണെങ്കിലും 2021 ആണെങ്കിലും വലിയ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ലോക്സഭയിലേക്ക് ഇടതു വോട്ടുകൾ അവരുടെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് തോന്നുന്നു. അത് മറികടക്കാൻ പന്ന്യൻ രവീന്ദ്രന് കഴിയുമോ?
എനിക്ക് സംശയമാണ്. കാരണം ഒരു കേരളത്തിലെ വളരെ അസാധാരണമായ ഒരു അവസ്ഥകളിലൊക്കെയാണ് ഇടതുപക്ഷം ലോക്സഭയിലേക്ക് പിന്നെ വലിയ വോട്ട് നേടുന്നത്. നമ്മുടെ ഈ കാലത്തെ ഇടതുപക്ഷത്തിന്റെ വോട്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ 28 നേരത്തെ CDവാറിന്റെ വോട്ട് അല്പം കുറഞ്ഞെങ്കിലും, കാരണം രാമേന്ദ്രൻ നായരെ അപേക്ഷിച്ച് അല്പം കുറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അതൊരു ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ 28 അല്ലെങ്കിൽ 26 ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. 1-2% ഉണ്ടെന്നുള്ളത് വളരെ ചെറുത് തോന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് അവിടെ കിട്ടാത്തത്, അവിടെ ഈ അസംബ്ലിയിൽ കിട്ടുന്ന വോട്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും കിട്ടുന്നത്, സംശയമൊന്നുമില്ല, അതിനപ്പുറത്തില്ല. പക്ഷെ ലോക്സഭയിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ അപ്പുറത്തുനിന്ന് ലഭിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ സാധാരണ ഹാർഡ് കോർ വോട്ടുകളല്ലാതെ വോട്ടുകളും ഇവിടെ ലഭിക്കുമ്പോഴാണ് എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ തീരുമാനിക്കുക. അങ്ങനെ അവർക്ക് ലഭിക്കാറുള്ള വോട്ടുകളാണ് പലപ്പോഴും ലോക്സഭയിൽ കോൺഗ്രസിന് മറ്റും മറിഞ്ഞു പോകുന്നത്. അത് ഇത്തവണയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഇടതുപക്ഷത്തിന് അതല്ലാതെ മറ്റൊരു കാണില്ല. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർഡ് കോർ വോട്ട് അല്ലാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന് ഇത്തവണ ആകർഷിക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. രണ്ട് അതിഭീമന്മാർ മത്സരിക്കുന്നു, വലിയ വരേണ്യരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഒരു സാധാരണക്കാരനായ പന്ന്യൻ രവീന്ദ്രനോടുള്ള ഒരു സിമ്പതി വോട്ട്, ഒരു അണ്ടർഡോഗിനോടുള്ള സിമ്പതി വോട്ട്, ഇത് വളരെ ചെറിയ നിസ്സാരമല്ല. പലപ്പോഴും അത് വളരെ നിർണായകം പോലും ആവാറുണ്ട്. പല മത്സരങ്ങളിലും, വലിയ മത്സരങ്ങളിലും ഈ അണ്ടർഡോഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. കാരണം അപ്രതീക്ഷിതമായി വരുന്ന ഒരു സിമ്പതി അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള ആർക്കും അദ്ദേഹത്തിനോട് എതിർപ്പില്ല. അപ്പൊ ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ ഘടകത്തിൽ നോൺ പൊളിറ്റിക്കൽ വോട്ട്സിനെ ഒരു വിഭാഗത്തിനെങ്കിലും ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്ത് ഹാർഡ് കോർ ഇടതുപക്ഷ വോട്ടുകൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഇത്തവണ പോകുന്നത്. അല്ല, അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു സ്വഭാവം കൂടെ നമ്മൾ പരിശോധിക്കണം. തിരുവനന്തപുരത്ത് വോട്ടർമാരിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ, അതൊരു ചെറുതില്ലാത്ത വിഹിതമാണ്. പല കാരണങ്ങളാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഇവർക്ക് വലിയ മുഷിച്ചിലുണ്ട്. അതുപോലെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയുള്ള സബ്സിഡിയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം വേണ്ടത്ര വിധം നടക്കാത്തത്, ഇതൊക്കെ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും അകറ്റാൻ സാധ്യതയുണ്ട്. ഇതിന് ഇടതുമുന്നണി എല്ലായിടത്തും അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വിശദീകരണം കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുക എന്നത് അത്ര എളുപ്പമാണോ? ആ വെല്ലുവിളി ഈ പന്ന്യൻ രവീന്ദ്രൻ എന്നുള്ളത് ഒരു ഡാർക്ക് ഹോഴ്സായി മാറുകയാണെങ്കിൽ പോലും ആ വെല്ലുവിളി പന്ന്യന് മുന്നിലുണ്ടാവില്ലേ? ഉണ്ട്. പന്ന്യന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അത് തന്നെയാണ്. ഈ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുണ്ടെന്ന് നമ്മൾ കരുതപ്പെടുന്ന അല്ലെങ്കിൽ അനുമാനിക്കുന്ന ഒരു വിഭാഗത്തിലെങ്കിലുമുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ ഈ തിരുവനന്തപുരത്തും അതുണ്ടാവും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. അതിന്റെ അർത്ഥം അതൊരു വലിയ ഘടകമാകും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ LDFനെ പൊതുവെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന, മറ്റു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ഗവൺമെന്റിന് എതിരായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ജനത്തിന്, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം ഒരു പരിധി വരെ. പക്ഷെ കേരളത്തിൽ പലപ്പോഴും ഇതെല്ലാം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന പലപ്പോഴും കാണുന്നത് പലപ്പോഴും മാധ്യമങ്ങളിൽ മാത്രം നിലനിൽക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് അതത്ര എത്താതിരിക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം നിർണായകമാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ഇടത്തരക്കാരുടെ ഇടയിൽ, നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന വിഭാഗങ്ങളുടെ ഇടയിൽ ഒക്കെ ഒരു പരിധി വരെ അത് പന്ന്യൻ രവീന്ദ്രൻ നേരിടേണ്ടി വരും. അവസാനം ഒരു കാര്യം കൂടി, നമ്മൾ ഇത് പറയുമ്പോൾ ഈ അരാഷ്ട്രീയ വോട്ടുകൾ ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ വിധി നിർണ്ണയിച്ചേക്കാമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവിടെ വരും. വികസനം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം ഒരു വലിയ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്. അതേക്കുറിച്ചുള്ള അവകാശവാദങ്ങളുണ്ട്. പക്ഷേ വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പാക്കുമ്പോൾ തന്നെ അതുമൂലം ആഘാതം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ആ ആളുകളുടെ വോട്ടാണ് 2014 ശശി തരൂരിനെ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ, വിഴിഞ്ഞം തുറമുഖം, ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന
തീരപ്രദേശത്തെ ജനങ്ങൾ, ഇവരുടെയൊക്കെ വോട്ടുകൾ അത് എത്രത്തോളം നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ പദ്ധതികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഏറെക്കുറെ മൂന്ന് മുന്നണികളും തമ്മിൽ ഏതാണ്ട് തുല്യ നിലയിൽ അത് അനുഭവിക്കേണ്ടി വരുമെന്നു. നേട്ടമായാലും കോട്ടമായാലും. കാരണം നേട്ടം പറയുകയാണെങ്കിൽ ഈ ശശി തരൂരിന് അവകാശപ്പെടാവുന്ന പോലെ ഇടതുപക്ഷം അതിന്റെ പൂർത്തിയാക്കുന്നതിന്റെ കാര്യത്തിൽ അവകാശപ്പെടാം. അത്ര തന്നെ BJPക്ക് അവകാശപ്പെടാം. കാരണം അദാനി അവരുടെ സ്വന്തം ആളാണ്. ഇതെല്ലാം കാരണം ഇപ്പൊ 3 പേർക്കും വാസ്തവത്തിൽ അതുപോലെ കോട്ടങ്ങളുടെ കാര്യത്തിൽ, അതായത് അതുകൊണ്ട് ഈ വികസനത്തിന്റെ ഡെവലപ്മെന്റ് റെഫ്യൂജീസ് എന്ന് പറയുന്നത് വികസനത്തിന് മൂലം അഭയാർത്ഥികളായി മാറിയിരിക്കുന്ന ഈ തീരദേശത്തെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന വിനോദവും രോഷവും ഈ 3 പേരും പങ്കിടേണ്ടി വരും. കാരണം ഇടതുപക്ഷം അതിനെ പൂർത്തിയാക്കുന്നതിൽ, ശശി തരൂർ അതിന്റെ വിജയവാപം ചെയ്യുന്നതിൽ, BJP അതിന്റെ പ്രധാനപ്പെട്ട സഹായി എന്ന നിലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് അത് ഈവൻ ഔട്ട് ചെയ്തു പോകാനാണ് സാധ്യത. അതുകൊണ്ട് അത് ആരെങ്കിലും കൂടുതൽ സഹായിക്കാനോ കൂടുതൽ ദ്രോഹിക്കാനോ അത് ഒരു പരിധിക്കപ്പുറം അതിന് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ഒരുപോലെ അതിന്റെ അവകാശികളുമാണ്, അതിന്റെ നേട്ടത്തിന്റെ അവകാശികളുമാണ്, കോട്ടത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കോട്ടത്തിന്റെ ഉത്തരവാദികളുമാണ്. അത് അവർക്ക് മനസ്സിലാവുന്ന പോലെയുള്ളൂ. കേരളത്തിൽ ആർക്കും അത് അറിയാവുന്ന പോലെ. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവരാരും അതിൽ പ്രത്യേകമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്. വളരെ ശക്തമായ പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന തിരുവനന്തപുരം, കേരളത്തിൽ ത്രികോണ മത്സരം അതിൻ്റെ വാച്യാർത്ഥത്തിൽ ഒരു പക്ഷേ നടക്കുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MP എന്നുള്ള ആനുകൂല്യം ശശി തരൂരിനുണ്ട് എന്നുള്ളതിൽ തർക്കം വേണ്ട. കേന്ദ്രമന്ത്രി എന്ന പ്രിവിലേജ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖറിന്. ഒരുപക്ഷെ NDA തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കേന്ദ്രമന്ത്രിയാകും എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാനും സാധിക്കും. ഈ രണ്ട് അവകാശവാദങ്ങൾക്കിടയിൽ, അല്ലെങ്കിൽ MP എന്നുള്ള ആനുകൂല്യത്തിൻ്റെയും അധികാരത്തിൻ്റെ ബലത്തിൻ്റെയും ഇടയിൽ തികഞ്ഞ സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായയുടെയും രാഷ്ട്രീയ നിലപാടിലെ വിട്ടുവീഴ്ചയില്ലായ്മയുടെയും കരുത്തുണ്ട് പന്തിന്. തിരുവനന്തപുരം പ്രവചനങ്ങളില്ലാത്ത ഒരു മത്സരത്തിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 20 എത്രയിൽ മറ്റൊരു മണ്ഡലവുമായി വീണ്ടും കാണാം. നന്ദി.